ഗൈസ് നമ്മൾ ദൃശ്യം കാണാൻ ഹൊസൂറിലേക്ക് പോവാണ് ഗൈസ്. തേടി പോയിട്ട് വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. നമ്മള് ഹൊസൂറിലോട്ടാണ് പോകുന്നത്. സോ തമിഴ്നാട് വഴിയാണ് പോകുന്നത്. അങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് വഴിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ കുറേ ദൂരം അങ്ങനെ പോയി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ സ്ട്രീറ്റ് ഫുള്ള് പോകും. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്ഥലത്തിൻ്റെ പേര് തന്നെ ഫ്ലവർ മാർക്കറ്റാണ്. ഫുള്ള് പോവാ. നമ്മൾ ഈ സാധാരണ മാർക്കറ്റിൽ സ്റ്റെപ്പുകൾ പോലെ കുറേ കാണത്തില്ലേ, അങ്ങനെ അതിന് പകരം ഇവിടെ ഫുള്ള് ഈ ഫ്ലവറിൻ്റെ ഓരോരോ സ്റ്റോൾസാണ് കണ്ടത്. നല്ല അവിടെ ആ ഒരു ഏരിയ ഫുള്ള് നല്ല ഒരു സ്മെല്ലും നല്ലൊരു ഫ്രഷ് ഫീലിങ്ങും ആ കാഴ്ചയ്ക്കായാലും നമ്മൾ കാണാനായാലും മൊത്തത്തിലൊരു ഭയങ്കര നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ കിട്ടുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കുറേ ലേറ്റായിരുന്നു. ലേറ്റാന്ന് പറഞ്ഞാൽ 9:30-ക്കാണ് ഫിലിം തുടങ്ങുക. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്കും 9:20 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള എത്തിപ്പെടാനുള്ള തത്രപ്പാടിൽ ഞങ്ങൾ പെട്ടെന്നൊരു ഓട്ടോ വിളിച്ചു. ഓട്ടോ ചേട്ടനാണെങ്കിൽ പുള്ളിക്കാരൻ 1 കിലോമീറ്ററിന് 150 രൂപ മേടിച്ചു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമായിരുന്നു. സമയമായിട്ട് ഇപ്പൊ തുടങ്ങും. സ്ക്രീൻ ഒന്നോടാടി എടി എവിടെയാടി ഇതൊക്കെ വണ്ണോടെ ആ വണ്ണു ഞങ്ങൾ സിനിമ നടന്നു എത്തി. 9:29 ഓക്കെ. ഞങ്ങളൊന്നും മേടിച്ചില്ല, പൈസക്കാരൊക്കെ മേടിക്കാം ഗൈസ്. വലിയ പുള്ളിയ റോഷൻ ചിരിക്കും മാഡം. നാൻസി മാഡം നീ എന്നെ ആരെടുക്കും? എടുക്കാത്തൊന്നും ഞാൻ തന്നെ എടുക്കും, പല ആംഗിളിൽ നിന്ന്. അങ്ങനെ അശ്വതി സ്നേഹ കൂടുതൽ കൊണ്ട് ഞാൻ എടുക്കാത്തതുകൊണ്ട് എൻ്റെ വീഡിയോ എടുത്തു തന്നു ഗൈസ്. എനിക്കിഷ്ടായി. അടിപൊളിയല്ലേ? ഇഷ്ടായി. നമ്മളിനി ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ്. എന്ത് കടയെന്നോ അറിഞ്ഞൂടാ. സോ നമ്മൾ പോയി ആമ്പൂർ ബിരിയാണി കഴിക്കാന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. സോ എനിവേ അപ്പോൾ കഴിക്കുമ്പോൾ ഞാൻ പറയാം. ബിരിയാണി വേണം, 2 പേർക്ക് ആമ്പൂർ ബിരിയാണി വേണം. നമ്മൾ അടിവെച്ച് പിരിക്കും. നമ്മൾ നടക്കുവാണ്. ഞാനും നാൻസിയും നമ്മൾ ഇവിടെ ബിരിയാണിയെ പറ്റി അന്വേഷിച്ചപ്പം പാരഡൈസ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ഷോപ്പാണ്. അപ്പോൾ അവർ പറഞ്ഞു അധികം ആംബിയൻസ് പ്രതീക്ഷിക്കേണ്ട, പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നല്ല ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഭയങ്കര ഒരു കുഞ്ഞു കടയാണ്. നമ്മൾ വിചാരിച്ച് അവിടെ പോയി കഴിക്കാമെന്ന്. അതിന് മുന്നേ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വേറെ വഴി ഇറക്കിയിട്ട് ഇപ്പോൾ വാഷ്റൂം പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ A2B അടയാർ ആനന്ദ് ഭവൻ അല്ലേ. എന്നിട്ട് വന്ന് നമ്മൾ പാൽപ്പൊടിയും കുറച്ച് സ്നാക്സും ഒക്കെ മേടിച്ചു. എന്നിട്ട് നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് ഇനിയിപ്പോൾ പാരഡൈസിൽ പോയി ബിരിയാണി കഴിക്കും. അപ്പം ഞാൻ കഴിച്ചിരുന്നേ. ഇതാണ് ഞാൻ പറഞ്ഞ പാരഡൈസ്. കുഞ്ഞു കടയാണ്. അവിടെ നമ്മളപ്പോൾ ചിക്കൻ 65 ബിരിയാണിയും ചിക്കൻ നോർമൽ ബിരിയാണിയും, അതായത് ദം ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുമ്പോൾ കാണാം. ഇതാണ് എൻ്റെ ഗരുഡൻ. ഫോക്കസ് ആവുന്നുണ്ട്. ബിരിയാണി നാൻസി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നാൻസി? ബിരിയാണി നല്ലതുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി കുറേ ഉണ്ട്. എൻ്റെ കൈയൊക്കെ എൻ്റെ കൈ വേണ്ട, ഞാൻ കുറേ ഉണ്ട്.
ബസാറിൽ വന്നപ്പോ ഒരു സാധനം കണ്ടു, നല്ല ഇഷ്ടമായി. ഞാൻ കാണിച്ചു തരാം. കട്ടറുവാ, നല്ല രസമുണ്ട്. 30 രൂപയുടേത് ഒരെണ്ണം വാങ്ങിച്ച 515. എനിക്കൊന്നും കണ്ടിട്ട് എടുക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അതേപോലെ ഡോവിൻ്റെ 560 രൂപയുടെ എനിക്ക് 280 കിട്ടി. ഞാൻ പിന്നെ മേടിച്ചു. അതേപോലെ ഡിമാർട്ടിൽ ഇതിൻ്റെ ഇരട്ടി കാണും. ഞാനിപ്പോൾ ഇവിടെ ഉള്ളൊരു സ്മാർട്ട് ബസാറിൽ വന്നതാ. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഐ ആം അഡിക്റ്റഡ് ടു യാർഡ്ലി ആൻഡ് ഡവ് ആൻഡ് ഡവ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ. ഐ എം ബിഗ് ഫാൻ. എൻ്റെ ഹെയറിന് ഡവ് ആണ് നല്ലത്, എൻ്റെ ഹെയറിന്. സോ ഐ എം ലവ് വിത്ത് ഡവ് ഷാംപൂ, കണ്ടീഷണർ ആൻഡ് സോപ്പ്. ഡീറ്റാനും കൊറിയൻ സ്കിന്നും ഒക്കെ 299 ഒക്കെ 150. ഉണ്ടോ 150? എനിക്ക് വയ്യായിരുന്നു കാണാൻ. ഷോപ്പിംഗ് ചെയ്തു ഗൈസ്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. ഹലോ എത്തി. ഇത് വാഗയുടെ മുകളില് വേറൊരു മരമാണിത്. അവിടെ ഒരു വെള്ള പൂ പോലെ എന്താണെന്നറിയില്ല. ബട്ട് ടോട്ടലി നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് ഇട്ടതാ. ഓക്കെ ബൈ. ഒരു വീടാണേ. നോക്കി എന്തുമാത്രം ചെമ്പരത്തിയാന്ന്. അവിടെ കുറേ ചെടികളും ഉണ്ട്. മൊത്തത്തില് നല്ല രസമായി വീട്. I like this house. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ഓക്കെ ബൈ.